നമസ്കാരത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടാണ് അത് ചെയ്തിട്ടില്ലെങ്കിൽ നീ കാഫിറാണ്. കാഫിറാവുക എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ ഗൗരവങ്ങൾ ചിന്തിക്കണം. കാഫിറാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിൽ തന്നെ പുറത്തു വന്ന് നിസ്കരിക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ നീ മുസ്ലിം അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാണ്. അപ്പൊ അതിന്റെ ഗൗരവം ആലോചിക്കണം. ഒരു പരിപാടി വരുമ്പോ, അല്ലെങ്കിൽ ഇന്നിപ്പോ എനിക്ക് ഭയങ്കര വേദനാജനകമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ എപ്പോഴും പറയും, ഇവിടെ നമ്മളെ കുട്ടികൾ +2 പരീക്ഷയ്ക്ക് വേണ്ടി പോയ സമയത്ത് നമസ്കരിച്ചതിന്റെ പേരിൽ അവിടുത്തെ സാറിനെ വിളിക്കാണ്. നമസ്കരിച്ചതിന് നിങ്ങളെ കുട്ടികൾ നമസ്കരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താണ് സാർ കുഴപ്പം? നമസ്കാരമാണ്, നിങ്ങൾ കുറച്ച് സ്ഥലം കൊടുത്താൽ മതി, ഓരിസ്കരിച്ചോളും. ആ സമയത്ത് ആ മാഷ് എനിക്ക് തരുന്ന മറുപടി എന്താ അറിയോ? 2000-ഓളം കുട്ടികൾ ആ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അതിലുള്ള ഭൂരിഭാഗം കുട്ടികളും നിങ്ങളെ കുട്ടികളാണ്. പക്ഷെ അവിടെയുള്ള ഒരു കുട്ടി പോലും നമസ്കരിക്കാറില്ല. ആ നമസ്കരിക്കാൻ ഇവിടെ പാടില്ല. ഇവിടെയുള്ള അധ്യാപികമാര് മുസ്ലിം ആയിട്ടുള്ള ആളുകളുണ്ട്, അവര് നമസ്കരിക്കാറില്ല. പിന്നെ നിങ്ങളെ കുട്ടികൾക്ക് മാത്രം എന്താ നിസ്കാരം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ആലോചിച്ചു, സുബ്ഹാനല്ലാഹ്, ഇതാണ് പുറത്തുള്ള അവസ്ഥ എങ്കിൽ ളുഹർ നിസ്കരിക്കാൻ കഴിയൂല. നിങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ അസർ കഴിഞ്ഞിട്ട് ഈ കുട്ടികൾ വീട്ടിലെത്തുമ്പോ ചിലപ്പോൾ അസർ കളായിട്ടുണ്ടാവും. ളുഹറും അസറും നമസ്കരിക്കാതാണ് ആ കുട്ടികൾ ആ സ്കൂളിൽ നിൽക്കുന്നത് എങ്കിൽ അതിന്റെ ഇടയിൽ മരണപ്പെട്ടാൽ, അതിന്റെ ഇടയിൽ ആ പോകുന്ന വഴിക്ക് ആ കുട്ടി ആക്സിഡന്റ് ആയിട്ടോ അല്ലെങ്കിൽ ആ കുട്ടി മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് മരണപ്പെട്ടാൽ കാഫിറായിട്ടാണ് ആ മക്കൾ മരിക്കുന്നത്. എന്തുകൊണ്ടാണ് അത്ര പോലും ചിന്തിക്കാൻ നമ്മളെ കുട്ടികൾക്ക് കഴിയാത്തത്? നമസ്കാരത്തിന് എന്താണ് നമുക്ക് ഇനിയും നമസ്കാരത്തിന് ഒരു റിമൈൻഡർ എന്തിനാണ് ആവശ്യം? കാരണം അത്രത്തോളം സ്ട്രെസ് ചെയ്ത് പറഞ്ഞ നമസ്കാരം, അത് എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് പരീക്ഷ ആയിക്കോട്ടെ, കല്യാണം ആയിക്കോട്ടെ, സൽക്കാരമായിക്കോട്ടെ, മരണമായിക്കോട്ടെ, എന്തിനേറെ പറയുന്നു, യുദ്ധത്തിന്റെ സമയത്ത് പോലും നമസ്കാരം മാറ്റി വെച്ചിട്ടുണ്ടോ? ഇല്ല. ആ സമയത്ത് എന്ത് ചെയ്യാൻ പറഞ്ഞു? ജമ്മും കസറാക്കിക്കോട്ടെ. നിസ്കരിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ? അത് അസറിനോട് നിങ്ങൾ ജമാക്കിക്കോ, നിങ്ങൾ കസറാക്കിക്കോ, ചുരുക്കിക്കോ, കുഴപ്പമില്ല, കൂട്ടി നിസ്കരിച്ചോ. പക്ഷെ ആ അവസ്ഥയിൽ പോലും നിങ്ങൾ നമസ്കരിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, യുദ്ധത്തിന്റെ സമയത്ത് ഒരു മനുഷ്യന്റെ ജീവൻ പോകുന്ന സമയമാണ് യുദ്ധം. ആ യുദ്ധത്തിന്റെ സമയത്ത് ജീവൻ പോവും എന്ന് നിങ്ങൾ ഭയപ്പെട്ടാൽ പോലും മക്കളെ, നമസ്കാരം ഉപേക്ഷിക്കുക ഒരു ഓപ്ഷൻ അല്ല. നമസ്കാരം ഒഴിവാക്കുന്നത് ഒരു ഓപ്ഷൻ അല്ല. അത് എന്ത് സംഭവിച്ചാൽ പോലും, യുദ്ധത്തിലാണെങ്കിൽ പോലും. അതിന്റെ അപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും കാരണങ്ങൾ